വിവാദ കൊടുങ്കാറ്റുയർത്തിയ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി 2 ഗോഡ് ബിയോണ്ടിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തെ പോലെ വർഗീയത നിറഞ്ഞ ഡയലോഗുകളാലും രംഗങ്ങളാലും സമ്പന്നമാണ് ട്രെയിലർ. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനും വർഗീയ വിഷം ആളിക്കത്തിക്കാനും രാജ്യത്ത് ഏറെ ചർച്ചകൾക്കും വഴിവെച്ച ദി കേരള സ്റ്റോറി ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ അജണ്ട പ്രോത്സാഹിപ്പിക്കുന്നതും കേരളത്തിനെതിരെയും പ്രത്യേക മതവിഭാഗത്തിനെതിരെയും ലക്ഷ്യം വെച്ചുള്ളതാണ് രണ്ടാമത്തെ ചിത്രത്തിലും പ്രതിധ്വനിക്കുന്നത്. ഖമാക്കിയ നാരായണ സിംഗാണ് സിനിമയുടെ സംവിധാനം. ആദ്യ ഭാഗം നിർമ്മിച്ച വിപുൽ ഷാ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും നിർമ്മാതാവ്. സിനിമയിൽ കേരളത്തിൽ നിന്നുള്ള ഹിന്ദു യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും എന്നാൽ ബലം പ്രയോഗിച്ച് കഴിപ്പിക്കുന്നതുമെല്ലാം ട്രെയിലറിലുണ്ട്. ഇതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മതേതരത്വത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും അപമാനിക്കുന്നതാണ് സിനിമയെന്ന് സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തമാകുകയാണ്. അതേസമയം കേരളത്തിനെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങളെയും കേരള സ്റ്റോറി എന്ന പേരിൽ പുറത്തുവരുന്ന വ്യാജ നിർമ്മിതികളെയും തള്ളിക്കൊണ്ട് തോമസ് ഐസക് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരം കുപ്രചരണങ്ങളുമായി ഇറങ്ങുന്നവരുടെ നീക്കങ്ങൾ കേരളത്തിൽ വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെതിരായിട്ട് വലിയ ദുഷ്പ്രചരണമാണ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുന്നില്ലെന്ന് ഈ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഇതുപോലുള്ള കഥകളൊക്കെ ഇറക്കിയതൊക്കെ എന്തോ ഇവിടെ യേശു എന്നാണ് അവരുടെ ചിന്ത. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ട് രസിച്ചും ഒക്കെ ഇരിക്കും. ഈ കേരളത്തിൽ ആരെങ്കിലും ഇത് കേൾക്കും. കഴിഞ്ഞ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ കേരള സ്റ്റോറിക്ക് 2 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചിത്രം ഈ മാസം 27-ന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത്. എന്നാൽ മതനിരപേക്ഷതയിലും മുൻനിര വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലും ലോകത്തിന് മാതൃകയായി മാറിയ കേരളത്തെ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ വഴി തകർക്കാനുള്ള ഗൂഢമായ അജണ്ട കേരള ജനത തള്ളിക്കളയുക തന്നെ ചെയ്യും. അത് ഉറപ്പ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കൈരളി ന്യൂസ്.